പേരൻസ് രണ്ടുപേരും അധ്യാപകരായിരുന്നു. അപ്പം പൊതുവിൽ ബിസിനസ്സിനോടൊരു ഭയമുണ്ടായിരുന്നു അന്ന് എല്ലാ ആളുകൾക്കും. മാത്രമല്ല മറ്റൊരു ജോലിയും കിട്ടാത്തവർ ചെയ്യുന്ന ഒരു തൊഴിലായിട്ടാണ് ബിസിനസ്സിനെ അന്ന് പൊതുവെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിരുന്നത്. അത്ര തന്നെ ഒരു മാന്യതയും കുറവായിരുന്നു വാസ്തവത്തിൽ. ഇപ്പം സംരംഭകത്വത്തിന് ഇന്ന് ഒരു മാന്യത കൈവന്നിട്ടുണ്ടല്ലേ, സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ട്. പക്ഷെ അന്ന് അങ്ങനെ ഒരു മാന്യത ഇല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് വന്നത്. 2 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് സെല്ല് ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. പ്രാഥമികമായ വിവരങ്ങൾ അവിടുന്ന് ലഭിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സാധ്യത അന്ന് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം കമ്പ്യൂട്ടറൈസേഷൻ വന്നൊരു സമയമാണ്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നോവേറ്റബിൾ പാർട്ടായി മാറുമെന്ന് അന്ന് തന്നെ നമുക്ക് തോന്നി, ഈ ഡിജിറ്റലൈസേഷൻ അല്ലെ കമ്പ്യൂട്ടറൈസേഷൻ. അപ്പം അതിൻ്റെ ഒരു സാധ്യത കണ്ടു. 2 ആളുകളുമായി നമുക്ക് വല്ലാതെ സമ്പർക്കത്തിലേർപ്പെടാൻ പറ്റുന്നൊരു മേഖലയാണല്ലോ ബിസിനസ്. ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനൊരു വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെട്ടിട്ടുള്ള ഒരാളായിരുന്നു. ഒരു സ്റ്റുഡൻസ് യൂണിയനിലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ബിസിനസ്സിലാണ് തോന്നിയത്. ഈ ടിപ്പിക്കലിയുള്ള ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്നും മാറിയിട്ട് ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങളുമായി അടുത്തിടപഴകാനും നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടെ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് ബിസിനസ്സിൽ ഞാൻ കണ്ടു. ആ രീതിയിൽ കണ്ടു. സാധാരണഗതിയിൽ തുടക്കത്തിലുള്ള പോലെ തന്നെ വലിയ സ്വപ്നങ്ങളൊന്നുമല്ല. നമ്മൾക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ജോലിക്ക് പകരം ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കാണ് തുടക്കത്തിൽ. ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് തുടങ്ങിയത്. സർ, ഈ ഇത്രയും വർഷത്തിനിടയിൽ ഇപ്പം 44 ബ്രാഞ്ചുകൾ സർ ഓപ്പൺ ചെയ്തു. വീണ്ടും പുതിയതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ വഴിയിലാണ് സർ ഇപ്പം നിൽക്കുന്നത്. അവാർഡുകൾ ഒരുപാട് നേടി. ഓക്സിജൻ എന്ന പേര് മലയാളിയുടെ മനസ്സിലേക്ക് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി മാറി.